ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിക്കിം യാത്രയുടെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ ലാച്ചിങ്ങിൽ 0 പോയിൻറ്റിലോട്ടാണ് കേട്ടോ പോയത്. ഇട്ട ഡ്രസ്സുകളൊന്നും കൂടാതെ ഞാനൊരു ജാക്കറ്റും റെൻറ്റിനെടുത്തിട്ടാണ് പോയത്. ഇടയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഒരു സ്ഥലം മാത്രമല്ലായിരുന്നു കേട്ടോ ഭംഗിയുണ്ടായിരുന്നത്. പോകുന്ന വഴി മുഴുവനും ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു അവിടെ. അവിടെയും പോകുന്ന വഴിയിലും ഒക്കെ ഞങ്ങൾ നിറയെ യാക്കുകളെ കണ്ടിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായി വണ്ടി നിർത്തി. നേരത്തെ പോന്നതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ കരുതുകയാണ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഓരോ വണ്ടിയിലുള്ള പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് അവർക്ക് കൊടുക്കണമായിരുന്നു. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടു തുടങ്ങി. പഞ്ഞി പോലെ നല്ല വെളുവെളുത്ത മഞ്ഞുകൾ റോഡിൻ്റെ ഇരുവശത്തും. ചെടികളിലും പാറകളിലും കല്ലുകളിലും എല്ലാം മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. താഴേന്ന് കിട്ടിയ വിവരമനുസരിച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായാൽ കഴിക്കാൻ ചോക്ലേറ്റും പോപ്കോണും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഓക്സിജൻ നിറച്ച ചെറിയ ബോട്ടിലും അവിടെ വാങ്ങാൻ കിട്ടുമായിരുന്നു. നമുക്കിവിടെ വെറുതെ കിട്ടുന്ന ഓക്സിജനാണ് അവിടെ അത്രയ്ക്കും വില. ഒരു ചെറിയ ബോട്ടിലിന് 1000 രൂപയായിരുന്നു വില. മുകളിലോട്ട് അടുക്കുന്തോറും റോഡിൻ്റെ സൈഡിലുള്ള മഞ്ഞിൻ്റെ അളവ് കൂടിക്കൂടി വരാൻ തുടങ്ങി. ഇത്രയും ഭംഗിയുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാശ്മീരിൽ സോനാമർഗിൽ വെച്ചിട്ടും ഞാൻ ഇതേപോലെ മഞ്ഞ് കണ്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ 0 പോയിൻറ്റിലെത്തി. ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ അവിടെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് ബ്രീത്തിങ്ങിന് നല്ല ബുദ്ധിമുട്ട് തോന്നി. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതായി. ഞാൻ നല്ലോണം പേടിച്ചു. ഞാൻ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് പോയി വന്നൊരു ടീച്ചറുടെ ഒപ്പം ഇരുന്നു. എന്നിട്ടാണ് അമ്മ പോയി വന്നത്. ഇവിടെ വന്നിട്ട് മഞ്ഞിലൊന്ന് കാൽ കുത്താൻ പോലും എനിക്ക് പറ്റിയില്ല. കാശ്മീരിലെ പോലത്തെ അല്ലായിരുന്നു ഇവിടുത്തെ തണുപ്പ്. അമ്മ എനിക്ക് കുറച്ച് മഞ്ഞ് കൊണ്ടുവന്ന് തന്നു. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ 0 പോയിൻറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.